കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിൽ നിയമനത്തിൽ കോഴ വാങ്ങിയ സംഭവത്തിൽ ഭരണസമിതി പിരിച്ചുവിടണമെന്ന് CPIM ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും CPIM കോൺഗ്രസ് നേതാക്കൾ നിയമനത്തിന് കൈക്കൂലി ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലെ കോട്ടമ്മൽ സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയെ നിയമിക്കാൻ തീരുമാനമെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ കോഴ ആവശ്യം ഉന്നയിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. 7ാം വാർഡ് മെമ്പർ കരീം പഴങ്കിലും കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തായത്. സംഭവത്തിൽ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണമെന്നും ഭരണസമിതി പിരിച്ചുവിടണമെന്നും CPIM ആവശ്യപ്പെട്ടു. കോഴ വാങ്ങുന്നുവെന്ന് പരസ്യമായിട്ട് അവർ സമ്മതിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് പുറത്തു വന്നത്. അതുകൊണ്ട് ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ UDF ഭരണസമിതി രാജിവെക്കുകയാണ് വേണ്ടത്. നിയമനത്തിന് പണം ആവശ്യപ്പെട്ടതായി ഉദ്യോഗാർത്ഥിയുടെ പിതാവും പറയുന്നുണ്ട്. ഇതിലിരുന്ന് എന്തൊക്കെയോ പൈസയായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കണ ഞാൻ കേട്ടു. വണ്ടിയിൽ നിന്ന് അങ്ങനെ ഞാൻ പെണ്ണിനെ പറഞ്ഞ് വിട്ടു. അവളവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂല്ലാം കഴിഞ്ഞു. പിന്നെയാണ് ചോദിക്കുന്നത് പൈസയുടെ കാര്യം വേണം, അവർക്ക് വേണം, പൈസ വേണം. കഷ്ടപ്പെട്ട് ഇത്ര പഠിപ്പിച്ച് ഇത്തരം ജോലിക്കാരാ ഇത്തരം വിദ്യാഭ്യാസം കൊടുത്ത് എനിക്ക് ഇനി പൈസ കൊടുത്തിട്ട് ജോലി കാണിക്കണം. UDFന്റെ കുറ്റവിചാരണ സദസ്സിൽ ഉൾപ്പെടെ കോഴപ്പണം ഉപയോഗിക്കാമെന്ന് ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് CPIMന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.